ഹലോ, ഇത് ഞാൻ പരിചയപ്പെടുത്തുന്ന ആരെയാണെന്നറിയും? അത് ഈ ചാട്ടക്കാരി പെണ്ണ്, നമ്മുടെ പ്രിയപ്പെട്ട മെയ്മോൾ, കേരളത്തിൻ്റെ തന്നെ ചരിത്രം. അപ്പോൾ എന്താണ് ആ ചരിത്രം? അതെ, ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറയാം. സ്വന്തം പോരാട്ടം 1.5 വർഷക്കാലം അഭിഭാഷകർ ഇല്ലാതെ പോരാടി നേടിയെടുത്ത വിജയം അത് എന്താണെന്നറിയോ? അതെ, റീബിൽഡ് പദ്ധതിയുടെ കേരള സർക്കാരിന് വേണ്ടി താൻ നൽകി നഷ്ടപരിഹാരം അർഹിച്ച വസ്തുവിന് അഭിഭാഷകർ ഇല്ലാതെ താൻ തന്നെ കേസ് വിജയിപ്പിച്ചെടുത്തു. തൻ്റെ ഓരോ പ്രയത്നവും എപ്പോഴും കൈവപ്പുള്ളതാണ്. അപ്പോൾ ആരാണ് മെയ്മോൾ? ഒരു അഡ്വക്കേറ്റാണ്? അല്ല. പക്ഷേങ്കിൽ അഡ്വക്കേറ്റ് വെല്ലുന്ന രീതിയിൽ അതിനുവേണ്ടി പഠിക്കുകയും സിലബസുകൾ തന്നെ പഠിച്ച് അതിനുവേണ്ട നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ആരുടെയും പിന്തുണയില്ലാതെ താൻ അതിനുവേണ്ടി പോരാടി. അപ്പം ഈ പോരാട്ടത്തിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു കഥ? ആരാണ് തൻ്റെ ഏറ്റവും വലിയ പോരാളി? അത് തൻ്റെ അമ്മയാണ്. അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പെരയ്ക്ക് മുകളിൽ വെള്ളം കയറിയാൽ അതിനു മീതെ തോണി. അതായത് എന്തെല്ലാം പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വന്നാലും തോറ്റു കൊടുക്കരുത് ഈ കപ്പൽ ആടിയുലക എന്നൊക്കെ തന്നെ. കാരണം താൻ ജീവിക്കുന്നത് ഒരു കാട്ടുപ്രദേശ അന്തരീക്ഷമാണ്. രാത്രിയിൽ കാട്ടാനകളുടെ ശല്യമുണ്ട്. അപ്പോൾ പലവിധമായ രീതിയിലും അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും അത് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് മൂവ് നടത്തിയത്. എതിരാളികൾ എത്ര വലിയ ആളായാലും തൻ്റെ കഠിന പ്രയത്നം തന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ വിജയത്തിൻ്റെ പ്രതിഫലം കൈക്കൊള്ളാൻ സഹായിക്കുകയും ചെയ്തു. തൻ്റെ 25-ാം വയസ്സിൽ തനിക്ക് കിക്കുച്ചി എന്നൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിക്കുകയും അതിന് പലയിടങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് പോവുകയും എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനി മറ്റൊരു രക്ഷയില്ല. സാധാരണ ഒരു വ്യക്തിയെപ്പോലെ തനിക്ക് കൈ ഉപയോഗിക്കാൻ കഴിയുകയില്ല, കൈ വഴങ്ങുകയില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു. അതൊന്നും കാര്യമാക്കാതെ മെയ്മോൾ ഇന്ന് 650 തവണ ആണ് നോൺ സ്റ്റോപ്പ് സ്കിപ്പിങ് ചെയ്യുന്നത്.